ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹല്ലിൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജവാഹിറുൽ അസ്മാഇൽ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൂ ഖുവ്വത്തിൻ എന്ന നാമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠമായ ഒരു നാമമാണ് ദൂ ഖുവ്വത്ത്. വലിയ ശക്തി ഉടയ ആള്, വലിയ ശക്തി, നല്ല ഖുവ്വത്ത്, ശക്തിയുള്ള ആൾ, ശക്തിമാനായ ആള് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലക്കുമുള്ള ശക്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അൽ ഖുവ്വത്തുൽ ലാഹിരിയ, അൽ ഖുവ്വത്തുൽ ബാത്തിനിയ. ശാരീരികമായ ശക്തിയും ആന്തരികമായ ശക്തിയും. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഫഅലാ ഹാദാ യകൂനു ഹിസാബു ഖുവ്വത്തി നബിയിനാ മുഹമ്മദ് 4000. 4000 ആളുടെ ശക്തി അല്ലാഹുവിൻ്റെ ഹബീബിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളൊക്കെ സമർത്ഥിച്ചതിന് ശേഷം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്, 4000 ആളുകളുടെ ശക്തി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ദൂ ഖുവ്വത്തി, നല്ല ശക്തിയുടെ ആളാണ്. ശത്രുക്കളോട് പോരാടുന്ന സമയത്ത്, നന്മയുടെ ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടപൊരുതുമ്പോൾ ധീരതയോടുകൂടെ അവിടുന്ന് പെരുമാറുകയാണ്. ഒരാളെയും പേടിയില്ല. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഒരാളുടെ ആക്ഷേപത്തെയും അവിടുന്ന് ഭയപ്പെട്ടിട്ടില്ല. നല്ല ധീരതയോടുകൂടെ ഹുനൈൻ യുദ്ധവേളയിൽ ആരുമില്ലാത്തപ്പോൾ നബി തങ്ങൾ ആ ശത്രുക്കളുടെ മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, അനൻ നബിയ്യു ലാ കദിബ്. ഞാൻ നബിയാണ്, ഞാൻ കളവ് പറയുന്നതല്ല. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്. ധീരത പ്രകടിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ശക്തിയുടെ ആളാണ്. എത്ര ആളുകളാണ് ശത്രുപക്ഷത്ത് നിന്ന് എത്ര ആളുകൾ അവിടുത്തെ മനോധൈര്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടത്തേക്ക് വലിയ ആത്മധൈര്യമുണ്ടായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ഖുവ്വത്തുൽ ബാത്തിനിയ. ആന്തരികമായ ശക്തിയുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആന്തരികമായ ശക്തി നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഭൗതികമായ പുറമെയുള്ള ബാഹ്യമായ ശക്തിയും അവിടത്തേക്ക് ധാരാളമായി ഉണ്ടായിരുന്നു. ഏത് മേഖലയിൽ നാം എടുത്തു നോക്കുമ്പോഴും അവിടുത്തെ കായിക ശക്തി വലിയ ശക്തിയാണ്. അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോഴുള്ള ശക്തി അവിടത്തേക്ക് ധാരാളമായി ഉണ്ട്. എല്ലാ നിലക്കുമുള്ള ഖുവ്വത്തും സമ്മേളിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റാർക്കും കഴിയാത്ത രൂപത്തിലുള്ള ശക്തി അവിടത്തേക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുവാസിലു, നിങ്ങൾ 2 നോമ്പ് ഒന്നിച്ചു നോക്കാൻ പാടില്ല, അത് ഹറാമാണ്. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു നോമ്പ് നോറ്റാൽ അത് മുറിക്കണം, എന്നിട്ടാണ് അടുത്ത നോമ്പ് നോൽക്കേണ്ടത്. 2 നോമ്പ് ഒന്നിച്ചു നോക്കാൻ പാടില്ല. ഒരു സഹാബി ചോദിച്ചു, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, അങ്ങ് അങ്ങനെ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, അങ്ങ്
ഒന്നിൽ കൂടുതൽ നോമ്പുകൾ ചേർത്ത് നോക്കുന്നുണ്ടല്ലോ നബിയെ. അവിടുന്ന് പറഞ്ഞു, ലസ്തു കമിസ്ലിക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, നിങ്ങളെക്കാൾ ശക്തി എനിക്കുണ്ട്. ശരീരത്തിന് വലിയ നല്ല ഖുവ്വത്ത് എനിക്കുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ എന്നെ പോലെയല്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുത്തെ ശക്തിയെയാണ് അവിടുന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പറഞ്ഞു വന്നത് എല്ലാ നിലക്കുമുള്ള ശക്തിയും ഉള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.